വായിക്കുന്ന ജസ്റ്റിൻ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാനൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അതിനാൽ സമയം കിട്ടുമ്പോഴൊക്കെ രാജാവ് മന്ത്രിയെയും ഭടന്മാരെയും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകും വഴി ഒരു അപകടം പറ്റി രാജാവിൻ്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. എൻ്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും. രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോഴും മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. ഉടനെ തന്നെ രാജാവിൻ്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. രാജാവ് നായാട്ട് തുടർന്നു. പെട്ടെന്നതാ ഒരു സിംഹം. രാജാവിൻ്റെ ഭടന്മാർ 4 പാടുമോടി മരത്തിന് മുകളിൽ കയറി. രാജാവാകട്ടെ പേടിച്ചു വിറച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിൻ്റെ അടുത്തേക്ക് വന്ന് മണത്ത് നോക്കി. ചോര മണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതിനാൽ സിംഹം രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലാകുന്നത്, തൻ്റെ കൈ മുറിഞ്ഞും ചോര വന്നില്ലായിരുന്നെങ്കിൽ സിംഹം തന്നെ തിന്നുമായിരുന്നുവെന്ന്. ഉടനെ തന്നെ രാജാവ് ഭടന്മാരെ അയച്ച് മന്ത്രിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കും. എൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങ് എന്നെ ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ സിംഹം എന്നെ തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല. ഹ. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. രാജാവ് കുറേ നല്ല സമ്മാനങ്ങൾ മന്ത്രിക്ക് നൽകുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. ഈ കഥ നമുക്ക് വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണ്. എല്ലാം നല്ലത് തന്നെ. നന്ദി.